MR അജിത് കുമാറിന് കുരുക്കാകുന്നു. ആലപ്പുഴയിൽ നവകേരള യാത്രക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ അട്ടിമറി സ്ഥിരീകരിച്ച അന്വേഷണ റിപ്പോർട്ട്. ആദ്യഘട്ടത്തിൽ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയെന്ന SIT റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിനെതിരെയും പരാമർശമുണ്ട്. അജിത് കുമാർ ADGP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി റിപ്പോർട്ട് തിരുത്താൻ നിർദ്ദേശിച്ചതാണ് SIT കൊടുത്ത റിപ്പോർട്ടിലുള്ള മൊഴികൾ. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേർന്നു. റിനു, ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന രീതിയിലാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. പോലീസ് ഒരു പുനരന്വേഷണം വേണമെന്ന് ഉത്തരവിട്ടു. ഇതിന് പിന്നാലെ പുതിയ സർക്കാർ അധികാരമേൽക്കുന്നു. പുതിയ സർക്കാരിന്റെ ആദ്യത്തെ നടപടി ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ SIT രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ SIT അന്വേഷണം തുടങ്ങി. മുൻ മുഖ്യമന്ത്രി ഗൺമാന്മാരെ പ്രതി ചേർക്കുന്നു. അതിനപ്പുറത്തേക്ക് കേസിന്റെ അട്ടിമറിയിലേക്കും അന്വേഷണം നടക്കുന്നു. അങ്ങനെ ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആദ്യഘട്ടത്തിൽ ആദ്യ അന്വേഷണത്തിൽ പൂർണ്ണമായ അട്ടിമറി ഉണ്ടാവുന്നു, സ്ഥിരീകരിക്കുന്നു. ആ അട്ടിമറി സൂചനകൾ, ആ അട്ടിമറിയുടെ ആരോപണം മുഴുവൻ പോകുന്നതും MR അജിത് കുമാറിലേക്കാണ്. എന്തൊക്കെയാണ് SIT സമർപ്പിച്ച റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ റിനു? സുഹൈല്, ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറിയിരിക്കുകയാണ്. SIT തലവൻ SP ഷൗക്കത്ത് അലിയാണ് DGPക്ക് കൈമാറിയിട്ടുള്ളത് റിപ്പോർട്ട്. ഇതിൽ കൃത്യമായി MR അജിത് കുമാറിനെതിരായിട്ടുള്ള ചില കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ഉള്ളത്. അതായത് ആദ്യ സംഘം അന്വേഷിച്ച ഈ കേസ്, ആ അന്വേഷണത്തിൽ തിരുത്തൽ വരുത്താൻ വേണ്ടി ADGP നിർദ്ദേശിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അത് ആ കണ്ടെത്തലിന് ശേഷം MR അജിത് കുമാറിന്റെ ഓഫീസിലടക്കം SIT സംഘം പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. എന്തായാലും SIT റിപ്പോർട്ടിൽ MR അജിത് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് പരാമർശമായി നൽകിയിരിക്കുന്നത്. അജിത് കുമാർ ADGP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് മുൻ അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥനെ കൊണ്ട് ആ കേസ് ഡയറി തിരുത്തിച്ചത് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ആദ്യഘട്ടത്തിൽ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയെന്ന് SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഇനി ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് MR അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതാണ്. DGP അത്തരത്തിലൊരു ശുപാർശ നൽകുകയാണെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു ഉത്തരവ് ഇറക്കിയേക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ MR അജിത് കുമാറിനെതിരെ വീണ്ടും കുരുക്കുമുറുകുകയാണ്. ഈ രക്ഷാപ്രവർത്തന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് MR അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം കൂടി വരും എന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഇതിൽ ഈ ചില തെളിവുകൾ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതായത് ഈ മർദ്ദനത്തിന് ഉപയോഗിച്ച ലത്തികൾ അത് ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം നൽകിയ കേസ് ഡയറിയിലാണ് ഒരു തിരുത്തൽ വരുത്തിയിരിക്കുന്നത്. അത് MR അജിത് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണം എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിനെതിരെ കൃത്യമായി ഒരു അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സുഹൈൽ, എന്തായാലും മുൻ മുഖ്യമന്ത്രി ഗൺമാന്മാർ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എന്ന ഒരാൾ MLA ആണ്. മർദ്ദിച്ച സംഭവത്തിൽ അത് പുനരന്വേഷണത്തിനാണ് SIT രൂപീകരിച്ചത്. അങ്ങനെ ആ 5 പേരെയും ഗൺമാന്മാരെ അടക്കം പ്രതികളാക്കിക്കൊണ്ട് SIT റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. അതിന്റെ മറ്റൊരു ഡയമെൻഷൻ കൂടിയാണ് SIT ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ അന്വേഷണ റിപ്പോർട്ട് അട്ടിമറിച്ചു എന്നാണ് സ്ഥിരീകരണം. ആരട്ടിമറിച്ചു? ആ ചോദ്യത്തിനുള്ള ഉത്തരം MR അജിത് കുമാറിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനി MR അജിത് കുമാറിലെ അടക്കം നടപടികളിലേക്കും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ കടക്കണമെങ്കിൽ സർക്കാർ തീരുമാനം നിർണായകമാണ്. എന്തായാലും അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള SIT റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.